നമസ്കാരം. പ്രധാന വാർത്തകൾ. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച് UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അപകടങ്ങൾ പതിയിരിക്കുന്ന അംഗൻവാടി രക്ഷിതാക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അംഗൻവാടിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുട്ടികൾക്ക് അപകടമായി മാറുന്നത്. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്. പെരുമ്പിലാവ് അക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച യുവാവിന് പരിക്ക്. പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് അക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച യുവാവിന് പരിക്ക്. വാർത്തകൾ വിശദമായി. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച് UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പാലയൂർ സ്വദേശിയായ KT ബാബുവിനെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യം. NGO അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും കോൺഗ്രസ് ജില്ലാ നേതൃത്വം വഴി ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അസോസിയേഷനെയും പാർട്ടി നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെയാണ് ചാവക്കാട് തഹസിൽദാറായി സർക്കാർ നിയമിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇടപെട്ടാണ് ഇടത് യൂണിയനിൽപ്പെട്ടയാളെ ചാവക്കാട് തഹസിൽദാറായി നിയമിച്ചതെന്നാണ് കോൺഗ്രസ് അനുകൂല യൂണിയനും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് സംബന്ധിച്ച ചർച്ച ചൂടേറുകയാണ്. ചാവക്കാട് മുൻ തഹസിൽദാറായിരുന്ന ഷാജി ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ ഗുരുവായൂർ ദേവസ്വം തഹസിൽദാറായി ജോലി ചെയ്തു വരികയാണ്. അപകടങ്ങൾ പതിയിരിക്കുന്ന അംഗൻവാടി രക്ഷിതാക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അംഗൻവാടിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. റോഡരികിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റില്ല എന്നതാണ് പ്രധാന ആശങ്ക. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്നാണ് അംഗൻവാടിയുടെ കവാടവും കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുവാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഗേറ്റിന്റെ ഒരു ഭാഗം പൊട്ടിയതിനാൽ മാറ്റിവെച്ചിരിക്കുകയാണ്. 2 വർഷത്തിലധികമായി ഗേറ്റ് ഇല്ലാതെയാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. അപകടാവസ്ഥ നാട്ടുകാർ കഴിഞ്ഞ LDF ഭരണസമിതിയുടെയും നിലവിലെ UDF ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഗേറ്റ് സ്ഥാപിക്കാൻ ആവശ്യമായ യാതൊരുവിധ നടപടിയും അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. അംഗൻവാടി കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടിവീഴാറായ അവസ്ഥയാണ്. അംഗൻവാടി കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അംഗൻവാടി കെട്ടിടത്തിനോട് ചേർന്ന കുട്ടികളുടെ കളി ഉപകരണങ്ങളും ടോയ്ലറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം പുല്ലും മറ്റും വളർന്ന് കാട് പിടിച്ചിരിക്കുകയാണ്. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയുമുണ്ട്. ഇതിനു പുറമെ അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർ കോമ്പൗണ്ടിനകത്തേക്ക് ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്നതും കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രന്റെ വാർഡിലാണ് കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ചാവക്കാട് കടപ്പുറം അടിത്തിരുത്തിയിൽ യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജുമാ മസ്ജിദിനടുത്ത് പുതുവീട്ടിൽ ഖാദറിന്റെ മകൾ 40 വയസ്സുള്ള ഖൈറുനിസയാണ് മരിച്ചത്. അയൽവാസിയുടെ വീട്ടിലെ കിണറിലാണ് മൃതദേഹം കണ്ടത്. രാവിലെ 9 മണി മുതൽ യുവതിയെ കാണാനില്ലായിരുന്നു. പരേതയായ ഫാത്തിമ മാതാവും നിസാർ ഇസ്ഹാഖ്, അസൂര, അസ്മ, സാബിറ എന്നിവർ സഹോദരങ്ങളുമാണ്. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന 65 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. മലപ്പുറം നന്നമുക്ക് ഇടയത്ത് വീട്ടിൽ 65 വയസ്സുള്ള ബാലനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. സുഖമില്ലാത്തതിനെ തുടർന്ന് നടപ്പാതയിൽ വിശ്രമിക്കുമ്പോൾ നായ ഓടിവന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ബാലൻ പറഞ്ഞു. വലത് ചെവിയിലാണ് കടിയേറ്റത്. ഹോട്ടൽ ജോലിക്കാരനായ ഇയാൾ 20 വർഷത്തിലധികമായി ഗുരുവായൂരിലാണ് കഴിയുന്നത്. നാട്ടുകാരും ടെമ്പിൾ പോലീസും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ഷേത്രനഗരിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയിൽ കാൽനട യാത്രികരെ ആക്രമിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു.
ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് ഞായറാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതായി DMO പറഞ്ഞു. കിഡ്നി രോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അബൂബക്കർ. ഖബറടക്കം നടത്തി. ബീവാത്തുകുട്ടി ഭാര്യയും അജിത, സജിത, സബിത എന്നിവർ മക്കളുമാണ്. കടവല്ലൂരിൽ ആംബുലൻസും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും ചങ്ങരംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ലോറിയിലെ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ആംബുലൻസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പെരുമ്പിലാവ് വാക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഇരുചക്രവാഹന യാത്രക്കാരൻ പട്ടാമ്പി ഞാങ്ങാട്രി അള്ളന്നൂർ വീട്ടിൽ 25 വയസ്സുള്ള നിഹാലിനാണ് പരിക്കേറ്റത്. യുവാവിനെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ അക്കിക്കാവ് ജംഗ്ഷനിലായിരുന്നു അപകടം. ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്തു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മന്നലാംകുന്ന് ബദർപള്ളി 6 പാതയിൽ പാലത്തിന് മുകളിൽ കൂട്ടിയിട്ട കമ്പിയിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് ഗുരുവായൂർ സ്വദേശി രാജേഷിനും, അണ്ടത്തോട് പാപ്പാളിയിൽ 6 പാതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ചാവക്കാട് തിരുവത്ര സ്വദേശി കുഞ്ഞുമൊയ്തു, ഭാര്യ നെസിയ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറിയ മഴ പെയ്താൽ ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പതിവാണ്. തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫാദർ ജോളി ചിറമൽ ഇനി ഓർമ്മകളിൽ ജീവിക്കും. തൃശൂർ അതിരൂപതയിലെ വൈദികനായിരുന്ന ജോളി അച്ഛന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തി. മറ്റം ഇടവകാംഗമായ ഫാദർ ജോളി ചിറമലിന്റെ ദേഹവിയോഗം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5:15 മറ്റം ഇടവകയിലെ നമ്പഴിക്കാട് ചിറമൽ ജോസഫ് റോസി ദമ്പതികളുടെ മകനായി ജനിച്ച ഫാദർ ജോളി ചിറമൽ 1985 ഡിസംബർ 12 അന്നത്തെ തൃശൂർ രൂപതാധ്യക്ഷനായ മാർ ജോസഫ് കുണ്ടുകുളത്തിൽ നിന്നാണ് പൌരോഹിത്യം സ്വീകരിച്ചത്. തൃശൂർ സെന്റ് ആൻസ്, വേലൂർ, തൃശൂർ ബസലിക്ക, എരുമപ്പെട്ടി എന്നീ ഇടവകകളിൽ സഹവികാരിയായി പൌരോഹിത്യ ജീവിതത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം പെരിഞ്ചേരി, വെട്ടുകാട്, മരോട്ടിച്ചാൽ, മച്ചാട്, കരുമത്ര, പേരകം, ഒരുമനയൂർ, ചൊവ്വന്നൂർ, തലക്കോട്ടുകര, തണ്ടിലം, വയലത്തൂർ, മണ്ണംപേട്ട, കുണ്ടന്നൂർ, മുക്കാട്ടുകര, കല്ലൂർ വെസ്റ്റ്, ചിറ്റിലപ്പിള്ളി എന്നീ പള്ളികളിൽ വികാരിയായും പട്ടിക്കാട് പള്ളിയിൽ ഫൊറോന വികാരിയായും സേവനമനുഷ്ഠിച്ചു. പട്ടിക്കാട്, കുണ്ടന്നൂർ, മാന്നാമംഗലം, മുക്കാട്ടുകര, മണ്ണംപേട്ട സ്കൂളുകളുടെ മാനേജറായും വിവിധ സന്യാസിനി സമൂഹങ്ങളുടെ കംപ്ലോനായും അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ദേവശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള ഫാദർ ജോളി ചിറമൽ മനക്കുടി സാവിയോ ഹോം ഡയറക്ടർ, അതിരൂപത തിരുബാല സഖ്യം ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ 2026 ഫെബ്രുവരി 4 മുതൽ ചികിത്സാർത്ഥം തൃശൂർ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃശൂർ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ നടന്ന ദിവ്യബലിക്കും പൊതുദർശനത്തിനും ശേഷം അച്ഛന്റെ ഭൌതിക ശരീരം നമ്പഴിക്കാട്ടുള്ള സഹോദരൻ സാബുവിന്റെ വസതിയിലെത്തിച്ചു. വൈകിട്ട് 6 മുതൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 വസതിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. 2:30 സംസ്കാര ശുശ്രൂഷയുടെ 2ാം ഭാഗം മറ്റം ഫൊറോന ഇടവക ദേവാലയത്തിലും നടത്തി. മാർ ബോസ്കോ പുത്തൂരിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശേഷം ദിവ്യബലിയോടെയുള്ള സംസ്കാര ശുശ്രൂഷയുടെ തിരുകർമ്മങ്ങൾക്ക് അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്തും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി പേരാണ് പ്രിയപ്പെട്ട വൈദികന് അന്തിമോപചാരം അർപ്പിക്കാനായി വസതിയിലും ദേവാലയത്തിലും സെമിത്തേരിയിലുമായി എത്തിയത്. ജോളി അച്ഛൻ സേവനം ചെയ്ത ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും അതിരൂപതയിലെ വൈദികർ, സന്യസ്തർ, അൽമായർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കാളികളായി. ഗുരുവായൂരിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 63 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. നെന്മിനി കരുവാൻപടി മംഗലത്ത് ലീലാധരന്റെ വീട്ടിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്ന ജോലിക്ക് എത്തിയതായിരുന്നു. ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഉടൻ തന്നെ എക്സ് പ്രവർത്തകർ സ്ഥലത്തെത്തി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർഷങ്ങളായി ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തിവരികയായിരുന്നു രാജു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 3ാം വാർഡ് കുന്നത്തേരിയിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശവാസികൾ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും ആശ്രയിച്ചിരുന്നത് പുതൂർക്കുളത്തിനെയാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിലും നീന്തൽ മത്സരങ്ങൾക്കും കുളം ഉപയോഗിച്ചിരുന്നു.
പടവുകളോടുകൂടിയുള്ള കുളിക്കടവും സംരക്ഷണ ഭിത്തിയും ഉണ്ടായിരുന്ന കുളം മണ്ണിടിഞ്ഞു വീണും ചണ്ടിമൂടിയും ഉപയോഗശൂന്യമായി. മെമ്പർ പോയി പഞ്ചായത്തിൽ പറഞ്ഞിട്ടും അവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഈ അവസ്ഥയിൽ ആക്കിയിട്ടൊക്കെയാണ് ഈ കുളം. ഞാൻ എൻ്റെ മക അതേപോലെ ഈ ഇവിടുത്തെ ഓമിക്കുന്ന് നഗറിലത്തെ എല്ലാവരും, നമ്മുടെ ഈ കുന്നത്തേരിയിലത്തെ എല്ലാവരും നീന്തം പഠിച്ചിട്ടുള്ള കുളമാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ കുട്ടികൾ പറയുകയാണെന്ന് ഞാൻ വന്നപ്പോൾ ഇവർക്ക് നീന്തം പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഇവർക്ക് നീന്തം പഠിക്കാൻ ഇനി പൈസ കൊടുത്തിട്ട് ഒരു കുളം കുത്തേണ്ടി വരും. അത്ര അടിയന്തരമായി ഇതിന് പൈസ അനുവദിച്ചേ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിരാഹാരം കിടക്കാനുള്ള സമരത്തിലേക്കാണ് പോണത്. അത്രയും വിഷമമുള്ള ഒരു കാര്യമാണത്. ഏകദേശം 20 വർഷത്തിലധികമായി കുളം നാശത്തിന്റെ വക്കിലാണ്. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികളോട് കുളത്തിന്റെ നവീകരണം നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പരിഗണിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾ കുളിക്കുന്ന കുളമാണ്. ഞങ്ങളോടും ആരും മരിച്ചാലും ഞങ്ങൾക്കൊന്ന് മുങ്ങി കുളിക്കാനോ ഒരു ബലിയിടാനോ ഒന്നിനൊരു പാകമില്ല. 4 വശത്തും കഥകളും മൊന്തകളൊക്കെയാണ്. 40-40 കൊല്ലമായവരാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന്. 45 കൊല്ലമായി വന്നിട്ട് 50 കൊല്ലമായവരുണ്ട്. ഈ കുളത്തിൽ തന്നെ ഞങ്ങൾക്കൊരു ഉപയോഗമുള്ള, ഞങ്ങൾക്ക് വേറൊരു കിണറ്റിന്ന് ഒന്നും അലക്കി കുളിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പാകമില്ല. ഞങ്ങൾക്ക് ഇതിൽ വരണം. ഈ പഞ്ചായത്തിൽ നിന്ന് ആരാ വന്നത് ഞങ്ങൾക്ക് ഈ കുളം ഒന്ന് വൃത്തിയാക്കി തരണം. വേനൽക്കാലം തൊട്ട് വർഷക്കാലം വരെ ഇതിൽ ഇളക്കി കുളിക്കാൻ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാനും ഇല്ല, ഒന്നൊരു പാകവും ഇല്ല. ഞങ്ങൾ വെള്ളം വല്ലവരും കിട്ടുന്ന പാടന്നെ കുളത്തിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വെള്ളം കിട്ടാനും വീട്ടിലിറക്കി കുളിക്കാനൊന്നും ഇല്ല. ഇനി നിങ്ങൾ എവിടെ പോയിട്ട് എന്താ ചെയ്തിൽ വീണ് ചാവില്ലേ? ഇതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. കുളം ഒന്ന് വൃത്തിയാക്കി തരണം. ആരായാലും അപേക്ഷയുള്ളൂ. വശങ്ങൾ ഇടിഞ്ഞു വീണ കുളം നാട്ടുകാർക്ക് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. കുന്നത്തേരി പാടശേഖരത്തിലേക്ക് കർഷകർ നടന്നു പോകുന്നത് കുളത്തിന്റെ അരികിലുള്ള വഴിയിലൂടെയാണ്. ട്രാക്ടർ ഉൾപ്പെടെയുള്ള കാർഷിക യന്ത്രങ്ങൾ കൊണ്ടുപോയിരുന്ന ഈ വഴിയുടെ പകുതി ഭാഗവും ഇടിഞ്ഞ് കുളത്തിലേക്ക് വീണിരിക്കുകയാണ്. കുളത്തിൽ മനുഷ്യരോ മൃഗങ്ങളോ അബദ്ധത്തിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ കഴിയാത്ത തരത്തിലാണ് പായൽ പടർന്നു കിടക്കുന്നത്. കുളത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ നജീബ് കൊമ്പത്തേയിൽ ഓൺലൈൻ വഴി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. കുളത്തിന്റെ നവീകരണം നടത്തിയില്ലെങ്കിൽ പഞ്ചായത്തിലും ശക്തമായ സമരപരിപാടികൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്കിന്റെ 5ാമത് വാർഷിക സമ്മേളനം നടന്നു. കുന്നംകുളം ലിവ ടവറിൽ നടന്ന സമ്മേളനം AKPBA ജില്ലാ കമ്മിറ്റി രക്ഷാധികാരി ആൻഡോ ചാലിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട് താലൂക്ക് സെക്രട്ടറി ഷാജിയും വരവ് ചെലവ് കണക്കുകൾ താലൂക്ക് ട്രഷറർ എഡ്വി ജോസും അവതരിപ്പിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് PS രാജൻ, കുന്നംകുളം കമ്മിറ്റി രക്ഷാധികാരി രാജൻ പുലരി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 26-ാം തീയതി പെരുമ്പിലാവ് KRN ഹോട്ടലിൽ വെച്ച് നടക്കാനിരിക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിലെ പ്രോജക്ടുകൾ സ്പിൽ ഓവർ ആയിരിക്കുകയാണെന്നും അധികാരത്തിൽ കയറി 6 മാസമായിട്ടും UDF ഭരണസമിതിക്ക് ഒരു പ്രവർത്തനവും ചെയ്യാൻ സാധിക്കാത്തതാണ് ഇതിന് കാരണമെന്നും പ്രതിപക്ഷമായ LDF മെമ്പർമാർ ആരോപിച്ചു. പ്രതിപക്ഷ വാർഡുകളിലേക്ക് തുച്ഛമായ തുകയാണ് നൽകിയിരിക്കുന്നത്. ജനങ്ങളോടുള്ള വിവേചനമാണിത്. LDF മെമ്പർമാർക്ക് 10 ലക്ഷത്തിന് താഴെയും കോൺഗ്രസ് മെമ്പർമാർക്ക് 20 ലക്ഷത്തോളം രൂപയുമാണ് നൽകിയിരിക്കുന്നത്. ഇത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുരടിപ്പുണ്ടാക്കും. ആരോഗ്യമേഖല താറുമാറായ അവസ്ഥയിലാണ്. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 488ഓളം OP-യാണ് പ്രതിദിനമുണ്ടാകുന്നത്. നിലവിൽ 3 ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരൊഴിവിലേക്ക് ഡോക്ടറെ കൊണ്ടുവരാത്തത് UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണെന്നും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും LDF മെമ്പർമാർ ആരോപിച്ചു. നമ്മുടെ FHCയിൽ ഏകദേശം 400ഓളം രോഗികൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 ഡോക്ടർമാരാണ് നമുക്ക് നിലവിലുള്ളത്. രാവിലെ 2 ഡോക്ടർമാരും ഉച്ച കഴിഞ്ഞ് 1 ഡോക്ടറുടെയും സേവനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റ് ക്ലീനിങ് പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല. അത് ഈ മഞ്ഞപ്പിത്തം, ഡെങ്കി പോലെയുള്ള പകർച്ചവ്യാധികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ വളരെ അനാസ്ഥയോട് കൂടിയിട്ടാണ് ആരോഗ്യരംഗം പരിപാലിച്ചു പോകുന്നത്. ഈ UDF ഭരിക്കുന്ന വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട IT ഉദ്യോഗസ്ഥൻ അബ്ദുള്ളയെ ഒടുവിൽ വിധി മറ്റൊരു തരത്തിൽ തേടിയെത്തി. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിലാണ് ചാവക്കാട് സ്വദേശി അബ്ദുള്ള വിട പറഞ്ഞത്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജന്മനാ നേരിട്ട ശാരീരിക പരിമിതികളെയും അപൂർവ രോഗാവസ്ഥയെയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെ അതിജീവിച്ച് മാതൃകയായ
ചാവക്കാട് സ്വദേശി ബ്ലാങ്ങാട് കോളനിപ്പടി തെക്കൻ ഹനീഫയുടെ മകൻ 26 വയസ്സുള്ള അബ്ദുള്ളയാണ് കർണാടകയിലെ IT ഹബ്ബായ ബംഗളൂരുവിൽ കാറിടിച്ചു മരിച്ചത്. ബംഗളൂരുവിലെ ജോലിസ്ഥലത്തിന് സമീപമായിരുന്നു അപകടം. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനായി തന്റെ ഇലക്ട്രിക് വീൽചെയറിൽ പോവുകയായിരുന്ന അബ്ദുള്ളയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുള്ളയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി. പ്രതിസന്ധികളെ കാറ്റിൽ പറത്തിയ വിസ്മയിപ്പിച്ച വിജയഗാഥയായിരുന്നു അബ്ദുള്ളയുടെ ജീവിതം. ബാല്യം മുതൽ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട അബ്ദുള്ളയെ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അപൂർവമായ രോഗാവസ്ഥയും പിടികൂടി. എന്നാൽ വിധിയുടെ ക്രൂരതകൾക്ക് മുന്നിൽ കീഴടങ്ങാൻ അയാൾ തയ്യാറായില്ല. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേക കരുതലിൽ LKG മുതൽ +2 വരെ ചിറ്റിലപ്പിള്ളി IES സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. തുടർന്ന് തമിഴ്നാട്ടിലെ സേലം KSR കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. 18-ാം വയസ്സുവരെ കഠിനമായ രോഗാവസ്ഥയോട് പൊരുതിയ അബ്ദുള്ള 2 വർഷം മുൻപാണ് ബംഗളൂരുവിലെ പ്രമുഖ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിച്ചത്. അവധിക്ക് നാട്ടിൽ വന്ന അബ്ദുള്ള കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിലേക്ക് തിരികെ പോയത്. പ്രതിസന്ധികളോട് പടവെട്ടി ഉന്നത വിജയം വരിച്ച ഒരു മാതൃകാ യുവാവിന്റെ അപ്രതീക്ഷിത വിയോഗം ബ്ലാങ്ങാട് ഗ്രാമത്തെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ ബ്ലാങ്ങാട് കാട്ടിൽപ്പള്ളി ഖബർസ്ഥാനിൽ നടത്തി. നിഷ മാതാവും മുഹമ്മദ് ആസിഫ്, ഉമ്മർ മുക്താർ, ആമിന എന്നിവർ സഹോദരങ്ങളുമാണ്. വടക്കേക്കാട് വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 100-ാം വാർഷികം നിറനൂറ് സമാപന സമ്മേളനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സുജിത് ഹുസൈന്റെ സംവിധാനത്തിൽ സ്കൂൾ ഒരുക്കിയ ഓർമ്മപ്പൂക്കൾ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും മിഴി സ്മരണിക വിതരണോദ്ഘാടനവും നടത്തി. സ്മരണികയുടെ വിതരണോദ്ഘാടനം കവയത്രി VS ശ്രുതി പൂങ്ങാട്ട് മാധവൻ നമ്പൂതിരിക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. അധ്യാപകരായ ജീന എലിയാസ് റിപ്പോർട്ടും ഷാർജി ഇഗ്നേഷ്യസ് കണക്കും അവതരിപ്പിച്ചു. കവിയും അവാർഡ് ജേതാവുമായ ഡെറി പോളിന് ചടങ്ങിൽ ആദരിച്ചു. സ്മരണിക എഡിറ്റർ IB അബ്ദുറഹ്മാൻ, പ്രധാനാധ്യാപിക BG പോൾ മൂക്കൻ, പഞ്ചായത്ത് അംഗം റഷീദ്, PTA പ്രസിഡന്റ് രമേശ് ചേമ്പിൽ, മുൻ PTA പ്രസിഡന്റുമാരായ സുനിൽ വയലത്തൂർ, ഷെബീബ്, സ്കൂൾ മാനേജർ AP മറിയാമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ കൺവീനർ TA ഫ്രാൻസിസ് സ്വാഗതവും കൺവീനർ MN നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആൽത്തറ സെന്ററിൽ പതാക ദിനം സംഘടിപ്പിച്ചു. ജൂൺ 27-28 തീയതികളിൽ പുന്നേർക്കുളത്ത് വെച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജൂൺ 27 ശനിയാഴ്ച രാവിലെ 9-ന് പ്രതിനിധി സമ്മേളനം ആൽത്തറ ഗ്രീൻലാൽ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കും. ജൂൺ 28 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രകടനവും പൊതുസമ്മേളനവും പുഴിക്കളയിൽ KV രാമകൃഷ്ണൻ നഗറിലും നടത്തും. സമ്മേളനത്തോടനുബന്ധിച്ച് കർഷക ആദരവ്, കാർഷിക ക്ലാസ്, കാർഷിക മത്സരങ്ങൾ, നാടൻ പാട്ട്, മഴപ്പെയ്ത്ത്, ഞാറ്റുവേല ചന്ത എന്നീ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഏരിയ സെക്രട്ടറി അബ്ബാസ് മാലിക്കുളം പതാക ഉയർത്തി. MR രാധാകൃഷ്ണൻ, രവീന്ദ്രൻ, AD ധനീപ്, CD ചിത്രാംഗതൻ, EP സുഭാഷ്, P അപ്പുമാഷ്, സുരേഷ്, V താജുദ്ദീൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവാഹത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ ജീവൻ രക്ഷാ ആംബുലൻസ് സംഘടനയായ ആക്ട്സിന് ധനസഹായം നൽകി മാതൃകയായി ദമ്പതികൾ. എരുമപ്പെട്ടി കടങ്ങോട് മണ്ടംപറമ്പ് മണലി വീട്ടിൽ ജോഷിയും സഹധർമ്മിണി ബീന ജോഷിയും മക്കളും ചേർന്നാണ് 25,000 രൂപയുടെ ചെക്ക് ആക്ട്സിന് നൽകിയത്. തിരുഹൃദയ പാരിഷ് ഹാളിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംഘടിപ്പിച്ച സൽക്കാരവേളയിൽ ആക്ട്സിന്റെ എരുമപ്പെട്ടി ബ്രാഞ്ച് ഭാരവാഹികൾക്ക് ചെക്ക് കൈമാറി. സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ ഫരീദ് അലി, യൂണിറ്റ് ഭാരവാഹി PT ആന്റോ എന്നിവർ ചെക്ക് ഏറ്റുവാങ്ങി. കേരള ലേബർ മൂവ്മെന്റ് മറ്റം സെന്റ് തോമസ് ഫൊറോന യൂണിറ്റിന്റെയും കാട്ടൂക്കാരൻ വൈദ്യശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് MV ആന്റണി അധ്യക്ഷനായി. ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ മനീഷ ബാബു, ഡോക്ടർ T പാർവതി, ഡോക്ടർ ജോമി ജോസഫ്, ഡോക്ടർ ഡെനിറിന ജിൻസൺ, ഡോക്ടർ അഭിജിത്ത് എന്നിവർ ക്യാമ്പിൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ശേഷം രോഗനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യ മരുന്ന് വിതരണവും നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗുരുവായൂർ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു. ഗുരുവായൂർ സൺറൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KS പവിത്രൻ അധ്യക്ഷത വഹിച്ചു. TV ശ്രീനിവാസൻ, നാരായണ ഭട്ടതിരിപ്പാട്, CM ശശിധരൻ, മോഹനകൃഷ്ണൻ, NG വിനീത് കുമാർ, TP മുരളി, P ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 15-നാണ് ഗണേശോത്സവം. ഭാരവാഹികളായി രക്ഷാധികാരി ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചെയർമാൻ രാജീവ്,
കൺവീനർ KS പവിത്രൻ എന്നിവരടങ്ങുന്ന 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. കുന്നംകുളം BCGHSൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അധ്യാപികയും എഴുത്തുകാരിയുമായ സരിത ഇട്ടൂപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC വായനാദിന സന്ദേശം നൽകി. ചടങ്ങിൽ കുമാരി ആൻമേരി P.N. പണിക്കർ അനുസ്മരണം നടത്തി. 2025-26 അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച വിദ്യാർത്ഥികൾക്കുള്ള വായനാ പ്രതിഭാ പുരസ്കാര സമർപ്പണവും മികച്ച ക്ലാസ് ലൈബ്രറിക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടത്തി. എന്റെ ജീവിതം മാറ്റിയ ഒരു പുസ്തകം എന്ന വിഷയത്തെ ആസ്പദമാക്കി അധ്യാപകരും ജീവനക്കാരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാരംഗം കൺവീനറും മലയാളം അധ്യാപികയുമായ സൈന വേണുനാഥിന്റെയും സ്കൂൾ മലയാള വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മധുരിക്കും വിജയം 2026 സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അവാർഡ് ജേതാവായ അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ A. വിജയൻ, ആനി വിനു, സജീഷ് കളത്തിൽ, ക്ലബ് രക്ഷാധികാരി ബാബു നാസർ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജയൻ ചാലിശ്ശേരി അനുമോദിച്ചു. ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 2025-26 SSLC +2 LSS ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അബാക്കസ് ജൂനിയർ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മിഥുൻ K. ഹരിദാസിനെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. ക്ലബ് പ്രസിഡന്റ് KK സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ക്ലബ് രക്ഷാധികാരിയും അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെ സെക്രട്ടറിയുമായ ഉണ്ണി മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബാലൻ K. മുഖ്യാതിഥിയായ ചടങ്ങിൽ 4ാം വാർഡ് മെമ്പർ അബ്ദുൾ ഗഫൂറും QT ഗോൾഡ് സ്റ്റാർ ഗുരുവായൂരും നൽകിയ നോട്ട് ബുക്കുകളും പേനയും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ഓണപ്പൂക്കളം തീർക്കാൻ PFA എല്ലാ വർഷവും നടത്തിവരുന്ന ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ നടീൽ ഉദ്ഘാടനവും വിശിഷ്ടാതിഥികൾ ചേർന്ന് നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് സ്വാഗതവും ട്രഷറർ കേശവദാസ് V. നന്ദിയും പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉന്നത വിജയികളെയും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളെയും അനുമോദിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശ്ശേരി ഡിവിഷൻ അംഗം ബാവ മാളിയേക്കൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് BT ബൽറാം MLA നിർവഹിച്ചു. തലക്കശ്ശേരി തൊഴുക്കാട് മെഹ്താജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. ബാവ മാളിയേക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. DCC ഭാരവാഹികളായ K. ബാബു നാസർ, P. മാധവദാസ്, P. ബാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP മുഹമ്മദ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കളും നാട്ടുകാരും രക്ഷിതാക്കളും പങ്കെടുത്തു. പെരുമണ്ണൂർ 6ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദര ചടങ്ങ് തൃത്താല MLA അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നന്ദൻ പെരുമണ്ണൂർ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. SSLC +2 LSS ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അബാക്കസ് ജൂനിയർ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മിഥുൻ K. ഹരിദാസിനെയും MLA മൊമെന്റോ നൽകി അനുമോദിച്ചു. DCC ജനറൽ സെക്രട്ടറി K. ബാബു നാസർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ TK സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, മണ്ഡലം സെക്രട്ടറി ഗോപിനാഥൻ കറുപ്പത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, ബൂത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. DYFI പെരുമണ്ണ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പഠനോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ് വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് നിവേദ്യ അധ്യക്ഷയായി. CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമാ വേലായുധൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം സുനിത ഉണ്ണികൃഷ്ണൻ, DYFI പെരുമണ്ണ് വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി PK അജാസ്, ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി RS അഭിനവ് എന്നിവർ സംസാരിച്ചു. പരീക്ഷാ വിജയികൾക്ക് അനുമോദനത്തിന്റെ ഭാഗമായി മൊമെന്റോയും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. യോഗയുടെ പ്രാധാന്യം, ഇന്നത്തെ സമൂഹത്തിൽ യോഗയുടെ പ്രസക്തി എന്നിവയെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ ഷേബ ജോർജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന പ്രമേയം. വിദ്യാർത്ഥികൾ വിവിധ യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ ഒയസി, വൈസ് പ്രിൻസിപ്പൽ സി രാധാമണി, യോഗ ഇൻസ്ട്രക്ടർ സുജിന സുകുമാരൻ, അധ്യാപകരായ ബി ജയന്തി, ബെനിറ്റ ചാർലി എന്നിവർ നേതൃത്വം നൽകി. പുനേർകുളം കുന്നത്തൂർ സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ചർച്ചയിൽ വിഷപ്പാമ്പുകളും കടിയേറ്റാൽ ചെയ്യേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഫോട്ടോഗ്രാഫർ കൂടിയായ മെഹബൂബ് പാമ്പുകളുടെ ഫോട്ടോ സഹിതം വിശദീകരിച്ച് ക്ലാസ് എടുത്തു. ഷാജൻ വാഴപ്പുള്ളി, AK സതീഷ് കുമാർ, രാജേഷ് കാടാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വായന, അറിവും അനുഭൂതിയും വിഷയാവതരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടത്തി. കവിയും പ്രഭാഷകനുമായ പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ശശികുമാർ അധ്യക്ഷനായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം PN വിഷയകുമാർ ഉപഹാരം വിതരണം ചെയ്തു. കൺവീനർ പ്രീതി രാജേഷ്, ജിനിൽ മലയാറ്റിൽ, ഇടം പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി അക്ബർ അലി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസ്ട്രിക്ട് ഗവർണറായി ജോസി ഫ്രാൻസിസിന്റെ സ്ഥാനാരോഹണം നടത്തി. ഡിസ്ട്രിക്ട് ഗവർണർ MP ജോൺ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ രഞ്ജിത് കുമാർ ഉദ്ഘാടനവും നിയുക്ത റീജിയണൽ ചെയർമാൻ രാജേഷ് ഗോപാൽ സ്ഥാനാരോഹണവും നിർവഹിച്ചു. ഏരിയ പ്രോഗ്രാം ഡയറക്ടർ അൻവർ V, ഡിസ്ട്രിക്ട് സെക്രട്ടറി PD വിൻസെന്റ്, ക്ലബ്ബ് പ്രസിഡന്റ് CM മാത്യൂസ്, ഡിസ്ട്രിക്ട് ബുള്ളറ്റിൽ എഡിറ്റർ BA സേവി എന്നിവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ട്രഷറർ TV മോഹൻ നന്ദി പറഞ്ഞു. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാല വായനാ ദിനാചരണം നടത്തി. വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കവയത്രി ഐശ്വര്യ വാരിജാക്ഷൻ മുഖ്യാതിഥിയായി. മുഖ്യരക്ഷാധികാരി ബിനോജ് മാസ്റ്റർ വായനാ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. വിമലേഷ് കുമാർ, KC നിതേഷ് എന്നിവർ പുസ്തകാവതരണം നടത്തി. ബ്ലോക്ക് മെമ്പർ സ്വപ്ന പ്രദീപ്, ബാലകൃഷ്ണൻ മേലേപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ശ്യാമ ദേവദാസ് സ്വാഗതവും P വിശാഖ് നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയുഷ് വകുപ്പിന്റെ സഹകരണത്തോടെ പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷപ്ന കൃഷ്ണൻ വിഷയാവതരണം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ ഗോപി, സ്കൂൾ പ്രിൻസിപ്പൽ ജനീർലാൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ ബോധവൽക്കരണവും യോഗ പരിശീലനവും കടവലൂർ ഗ്രാമപഞ്ചായത്ത് ആയുഷ് വെൽനസ് സെന്റർ അവതരിപ്പിച്ച യോഗ ഡാൻസും ഉണ്ടായിരുന്നു. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം യോഗ പരിശീലക അനിത ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി യോഗ പരിശീലനവും പ്രദർശനവും ഉണ്ടായി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ MK മുഹമ്മദ് യൂനസ് ആശംസകൾ നേർന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കപ്പൂർ ഡിവിഷൻ അംഗം TK സുനിൽകുമാർ തന്റെ ഡിവിഷൻ പരിധിയിലെ പഞ്ചായത്തുകളിൽപ്പെട്ട ഭിന്നശേഷിക്കാരായ 50-ലധികം പേർക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ വീൽചെയറുകൾ നൽകി. തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. TK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PEA സലാം, DCC ജനറൽ സെക്രട്ടറിമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,565 രൂപ, പവന് 1,08,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം കാട്ടകാമ്പാൽ ചെറായി കുഞ്ഞൻ ഭാര്യ വിലാസിനി നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കിഷോർ, ഇനീഷ്യൻ, സുനീശൻ എന്നിവർ മക്കളാണ്.
കുന്നംകുളം എലവത്തറ വീട്ടിൽ വാസു നിര്യാതനായി 91 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ശാന്ത ഭാര്യയും മിനി, സുനി, സ്വപ്ന എന്നിവർ മക്കളുമാണ്. മന്നലാംകുന്ന് കിണറിന് കിഴക്കുഭാഗം താമസിച്ചിരുന്ന വടക്കയിൽ ഹനീഫ ഭാര്യ റുഖിയ നിര്യാതയായി. 52 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഷക്കീർ, ഷഹീർ, സൻഫീർ, ഖദീജ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അപകടങ്ങൾ പതിയിരിക്കുന്ന അംഗൻവാടി രക്ഷിതാക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അംഗൻവാടിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുട്ടികൾക്ക് അപകട ഭീഷണിയാകുന്നത്. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്. പെരുമ്പിലാവ് അക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്കും പരിക്ക്. പെരുമ്പിലാവ് അക്കിക്കാവിൽ ബുള്ളറ്റും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവിനും പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അടുപ്പുട്ടി ശാന്തിനഗർ കുത്തൂർ തമ്പി ഭാര്യ തങ്കമണിയുടെ 7ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.